നീലേശ്വരം വെടിക്കെട്ട് അപകടക്കേസിലെ പ്രതികൾക്ക് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കിയ ജില്ലാ കോടതി വിധി ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. ജാമ്യം റദ്ദാക്കിയെങ്കിലും പ്രതികൾ ഒളിവിലായിരുന്നു. പ്രത്യേക സംഘം ഇവർക്കായി തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയത്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട് അപകടക്കേസിലെ പ്രതികൾക്ക് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കിയ ജില്ലാ കോടതി വിധി 2 ആഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് നീലേശ്വരത്തെ ചന്ദ്രശേഖരൻ, സെക്രട്ടറി മന്നംപുറത്തെ KT ഭരതൻ, വെടിമരുന്നിന് തീ കൊളുത്തിയ കൊട്രച്ചാലിലെ പള്ളിക്കര രാജേഷ് എന്നിവർക്ക് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യമാണ് ജില്ലാ കോടതി റദ്ദാക്കിയത്. കീഴ്ക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഹർജി നൽകിയതിനെ തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സാനു S പണിക്കർ കീഴ്ക്കോടതിയുടെ ജാമ്യവിധി റദ്ദാക്കിയത്. ഈ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ജാമ്യം റദ്ദായെങ്കിലും പ്രതികൾ ഒളിവിലായിരുന്നു. പ്രത്യേക സംഘം ഇവർക്കായി തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയത്. രാജേഷിനെ ജാമ്യത്തിലെടുക്കുവാൻ ആളില്ലാത്തതിനാലാണ് റിമാൻഡിൽ തുടരേണ്ടി വന്നത്. 9 പേരെ പ്രതി ചേർത്ത കേസിൽ ഇനി 5 പേരെ കൂടി പിടികൂടുവാനുണ്ട്. കേസ് അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിൽ 6 പേരാണ് മരിച്ചത്. ഒക്ടോബർ 29-ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 154 പേർക്കാണ് അപകടത്തിൽ പൊള്ളലേറ്റത്. ICUവിൽ ഉൾപ്പെടെ ഇനിയും നിരവധി പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.